ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അൽഫാം ചിക്കൻ മന്തിയാണ്. അപ്പം അതിനുള്ള റെസിപ്പി നമുക്ക് നോക്കാം. ഞങ്ങളെ മന്തിക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മന്തിൻ്റെ റെസിപ്പീസ് ആഡ് ചെയ്യുന്നത് കാണാം. ആദ്യം ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഞാൻ അതിൻ്റെ കൂടെ എരിവിന് വേണ്ടി കുറച്ച് പച്ചമുളകും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 സ്പൂൺ നമ്മളെ എരിവിനനുസരിച്ച് കാശ്മീരി ചില്ലിയാണ്, അപ്പോൾ അത് കുറച്ച് ആഡ് ചെയ്യാം. മുളക്. അടുത്തത് കുറച്ച് ക്യൂമിൻ പൗഡർ. അടുത്തത് കുറച്ച് മന്തി മസാല ചേർക്കാം. മന്തി മസാല കുറച്ച് ചേർക്കാം. അടുത്തത് കുരുമുളക് ചേർക്കുക. ഇത് ക്രഷ്ഡ് കുരുമുളകാണ്, അത് ചേർക്കുക. ക്രഷ്ഡ് കുരുമുളക്. കുറച്ച് ഗരം മസാല ചേർക്കുക. ഇതെൻ്റെ ഒരു സ്റ്റൈലുള്ളൊരു മന്തിയാണ്. അപ്പൊ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവര് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തതായിട്ട് 2 മാഗി ക്യൂബ്, 2 കട്ട മാഗി ക്യൂബ് ഇങ്ങനെ പൊടിച്ച് ചേർക്കുക. സോസ്, കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കുപ്പി നിറഞ്ഞു പോയി. ഇതായി കുറച്ച് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് പുതിനയിലയും ക്യാപ്സിക്കവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കം, പിന്നെ ലെമൺ ജ്യൂസ്. അങ്ങനെ 2 മാഗി ക്യൂബ് പൊടിച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ അടുത്തതായി ഞാൻ പുതുതായിട്ട് വാങ്ങിയ അൽഫാം മസാല ഉണ്ട്. അൽഫാം മസാല വെറുതെ ഒന്ന് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അൽഫാം മസാല സാധാരണ ഞങ്ങൾ അൽഫാം മസാല ചേർക്കാണ്ട് സാധാ ഉള്ള ഇങ്ങനെ മസാല ഇല്ല ഉണ്ടാക്കാറുള്ളത്. അപ്പൊ ഇന്ന് കുറച്ച് അൽഫാം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫൈനലി വി ആഡ് സോൾട്ട് ഫോർ ടേസ്റ്റ്. അപ്പൊ ഞങ്ങളെ ടേസ്റ്റിനനുസരിച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്യുക. അപ്പൊ ഞങ്ങളെ അൽഫാം മന്തിയുടെ മസാല ഇവിടെ പുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇത് ഗ്യാസിൽ വെച്ചിട്ട് നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഗ്യാസിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം, ഫ്രൈ ചെയ്തെടുക്കണം. ഈ പാത്രത്തിൽ തന്നെ, ഞങ്ങൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെ വെച്ച് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ചെമ്പിലിട്ടിങ്ങനെ വേവിക്കും. ഇപ്പൊ ചിക്കൻ നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട് നന്നായിട്ട്. ഇതിലേക്ക് നമുക്ക് റൈസ് ഒരു 1/4 ഭാഗം വേവായ റൈസാണ് ഇതിൽ ചേർക്കേണ്ടത്. റൈസ് നന്നായി തിളച്ചു. ഇനി നമുക്ക് ഈ തിളച്ച ഒരു മീഡിയം എന്നല്ല, കുറച്ചധികം കുക്കായി. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇത് ചാർക്കോള് അതിന്മേലിടാണ്ടിട്ട് ചാർക്കോളൊന്ന് ചൂടാക്കണം. റൈസ് കോരി മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ചാർക്കോൾ അതിലേക്ക് വെക്കുക. എന്നിട്ട് ഇത് ഇവിടെ റെഡിയായി. റൈസൊക്കെ ഇട്ടു. ഇനി ചാർക്കോൾ വെച്ചിട്ട് കുറച്ച് ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ. അപ്പം ഇനി റൈസ് ഞങ്ങൾക്ക് മിക്സ് ചെയ്യാം. റൈസ് ബോയിലാക്കിയിട്ട് നെക്സ്റ്റ് മിക്സിങ്.
ഞങ്ങളെ റൈസ് മിക്സിങ് കഴിഞ്ഞു. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. പിന്നെ അതിൻ്റെ കൂടെ മിസ്സായിട്ട് നമ്മൾ ചട്നിയാണ്, മയോണൈസ് ആൻഡ് ഇത് പാല് കൊണ്ട് ഉണ്ടാക്കിയ മയോണൈസാണ് ചട്നി. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.